ഗുഡ് മോർണിംഗ്. നമ്മളടുത്ത ക്ലാസ് തുടങ്ങുകയാണ്. നമ്മളെ സിംപ്ലിഫിക്കേഷനിലെ 4ാമത്തെ ക്ലാസ്സാണ്. ഇതിൽ നമ്മൾ ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഭിന്നസംഖ്യകളിലേക്ക് ഫ്രാക്ഷനിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ട് മുൻപ് വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഫാക്ടർ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ആദ്യം നമ്മളിതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഫാക്ടർ നിങ്ങൾ നോക്കുക. ഫാക്ടർ, a factor is a small number which divides exactly into a bigger number. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. To find the factors of 24, 72, 100. അപ്പോൾ 24 നമുക്ക് 2 × 2 × 2 × 3 എന്ന് എഴുതാം. 72 2 × 2 × 2 × 3 എന്ന് എഴുതാം. ദെൻ 100 2 × 2 × 5 × 5 എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സംഖ്യയെ നമ്മൾ രണ്ടോ അതിലധികമോ സംഖ്യകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. അപ്പം ആ സംഖ്യകളെയാണ് നമ്മൾ ആദ്യത്തെ സംഖ്യയുടെ ഫാക്ടേഴ്സ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ 100നെ 10 × 10 എന്ന് എഴുതുമ്പോൾ ഫാക്ടേഴ്സ് 10 ആണ്. അപ്പോൾ 100 നമുക്ക് അങ്ങനെ പല രീതിയിൽ എഴുതാൻ പറ്റും. ഇപ്പോൾ 16 നമുക്ക് 2 × 2 × 2 × 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 4 × 4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 8 × 2 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു സംഖ്യയെ മറ്റ് സംഖ്യകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ ആദ്യ സംഖ്യ ആ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുന്ന സംഖ്യകളെയാണ് നമ്മൾ ഫാക്ടേഴ്സ് എന്ന് പറയുക. ഇതിൽ പിന്നെ വേറെ കാര്യം വരുന്നത് പ്രൈം ഫാക്ടർ. പ്രൈം ഫാക്ടർ ഇസ് എ നമ്പർ വിച്ച് ഡിവൈഡ്സ് എ പ്രൈം നമ്പർ ഇൻടു ഫാക്ടേഴ്സ്. പ്രൈം നമ്പേഴ്സിനെ ഫാക്ടറൈസ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുക. അത് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഖ്യകളും പ്രൈം നമ്പേഴ്സ് തന്നെ ആവണം. ഫോർ എക്സാമ്പിൾ 57 ഒരു പ്രൈം നമ്പർ ആണ്. അതിന് നമ്മൾ 3 × 19 എന്ന് എഴുതി. അപ്പൊ എഗെയിൻ ഈ 3ഉം 19ഉം പിന്നെയും പ്രൈം നമ്പേഴ്സ് ആണ്. അതാണ് നമ്മൾ പ്രൈം ഫാക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ വേറെ ഒന്ന് എഴുതിയിട്ടുണ്ട്. നമ്മള് ഫാക്ടർ എന്നതിന്റെ വേറെ ഡെഫിനിഷൻ ആണ്. When one number is written as a product of 2 or more numbers, they are called the factors of the first number. ആദ്യം പറഞ്ഞ കാര്യം. പിന്നെ അതേമാതിരി പ്രൈം ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് HCF ആൻഡ് LCM. ഇത് നിങ്ങൾ പണ്ട് പഠിച്ച കാര്യം തന്നെയാണ്. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, LCM എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. രണ്ട് കാര്യങ്ങളാണ് ഇനി വരുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് HCF അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഉത്തമ സാധാരണ ഘടകം എന്ന് പറയുന്നത് HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. The HCF of a given group of numbers is the highest number which will exactly divide all the numbers of the group. എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. HCF ഓഫ് ദ നമ്പേഴ്സ് 24, 72, 100. അപ്പൊ നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഓക്കെ, ഇതിൽ എല്ലാം നമുക്ക് കോമൺ ആയിട്ട് ഘടകമായിട്ട് വരുന്ന ഏറ്റവും വലിയ സംഖ്യ, അതിനാണ് നമ്മൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കണ്ടോ 2, അതേമാതിരി പിന്നെയും 2, ഇതിൽ കോമൺ ആയിട്ടുള്ളൂ. പിന്നെ ഇവിടെ 5 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 × 2 4 ഇവിടുത്തെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിട്ട് വരിക. എന്ന് പറഞ്ഞാൽ നമുക്ക് 24നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും, 72നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും, 100നെയും 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. 4നേക്കാളും വലിയ
വേറൊരു സംഖ്യ കൊണ്ടും നിങ്ങൾക്ക് ഈ 3 നമ്പേഴ്സിനെയും ഇഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയില്ല. നമുക്ക് ഇഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യയായിരിക്കും ഈ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഡെഫിനിഷൻ ഓഫ് LCM, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. The lowest common multiple of a group of numbers is the smallest number that will contain each number of the given group without a remainder. കേൾക്കുമ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഒക്കെ തോന്നുന്നു എന്താണ് എഴുതിയെന്നുള്ളത്. അങ്ങനെ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിന്റെ LCM, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ എന്താണ് ലഘുതമ സാധാരണ ഗുണിതം എന്ന് പറയും മലയാളത്തിൽ. LCM എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ തന്ന സെറ്റ് ഓഫ് നമ്പേഴ്സ്, ഈ നമ്പേഴ്സിനെ കൊണ്ടെല്ലാം നമ്മൾക്ക് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ, ഇതിനെ നമുക്ക് LCM എന്ന് പറയാൻ പറ്റും. അതായത് കോമൺ മൾട്ടിപ്പിൾസ് കുറെ എണ്ണം ഉണ്ടാവും. നമ്മളിപ്പോ 2 നമ്പർ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ 4ഉം 3ഉം, 4ന്റെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി, അതേമാതിരി 3ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പൊ 12, 24, 36, ഇതെല്ലാം 3ന്റെയും 4ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിയാൽ കോമൺ ആയിട്ട് വരുന്നവയാണ്. അതിൽ ഏറ്റവും ചെറുതിനാണ് നമ്മൾ ലോവസ്റ്റ് കോമൺ എന്ന് പറയാം. അത് 12 ആയിരിക്കും. അപ്പം തന്ന ആ നമ്പേഴ്സിനെ കൊണ്ടെല്ലാം ശിഷ്ടമില്ലാതെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ നമുക്ക് LCM എന്ന് പറയാം. അല്ലെങ്കിൽ ഇവയുടെ കോമൺ മൾട്ടിപ്പിൾസ്, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുമ്പോൾ ഇതിൽ വരുന്ന കോമൺ മൾട്ടിപ്പിളുകളിൽ ഏറ്റവും ചെറുത്. അപ്പോ ഈ എല്ലാ നമ്പറും അതിൽ വരും. അതിന്റെ ഒരു നമ്മൾക്ക് ഹരിക്കാൻ പറ്റുമ്പോൾ ഇഷ്ടമല്ലാതെ ഹരിക്കാൻ പറ്റുന്ന രീതിയിൽ വരും. ഇതിനാണ് നമ്മൾ LCM എന്ന് പറയുക. ഇനി അടുത്ത് നമുക്ക് ഇതെങ്ങനെ കാണാൻ പറ്റും, അതായത് ഈ HCF, LCM എല്ലാം കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ ആവശ്യങ്ങൾ വരെ നമുക്ക് എപ്പോഴും ഈ ഭിന്നസംഖ്യയിലെ ക്രിയകൾ ചെയ്യുമ്പോൾ LCM, പ്രത്യേകിച്ച് നമുക്ക് ഭിന്നസംഖ്യകളുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ എല്ലാം വരുമ്പോൾ നമുക്ക് LCM നിർബന്ധമാണ്. അപ്പൊ എങ്ങനെ LCM കണ്ടുപിടിക്കാം എന്നുള്ളത് അറിഞ്ഞിരുന്നാലേ നമുക്ക് ഭിന്നസംഖ്യകളുടെ ക്രിയകൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയൊക്കെ കാണാം എന്നുള്ളതാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.